നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. പുരുഷന്മാരുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് നിർബന്ധമാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പുരുഷന്മാരുടേത് അല്ലെങ്കിൽ സ്ത്രീകളുടേത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചർമ്മത്തിൻ്റെ ഒരു കെയർ ഒന്നുമില്ല. എല്ലാവരുടെയും സ്കിൻ കെയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് പുരുഷന്മാർ സാധാരണയായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് നമ്മുടെ ചർമ്മം എപ്പോഴും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ആൻറ്റി ഏജിങ് ആയിരിക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിലാദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ വരുന്ന ഡേർട്ട് അല്ലെങ്കിൽ കൂടുതൽ വരുന്ന പൊല്യൂഷൻസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുഖം കഴുകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യുക എന്നുള്ളത്. പല ആളുകളും സോപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ സോപ്പ് നമ്മുടെ ബോഡിയിലുള്ള തൊലിയിനേക്കാളും വളരെ നേർത്തതായിട്ടുള്ളതാണ് നമ്മുടെ ഫേസിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്നതിന് പകരം മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതായിട്ടുള്ളത്. പുരുഷന്മാർ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ ഡേർട്ട് അടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പൊടിപടലങ്ങൾ കൂടുതലായിട്ടുള്ള ആളുകൾ, കൂടുതൽ വെയിൽ കൊള്ളുന്ന ആളുകളൊക്കെ പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സ്കിൻ കെയറിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പുരുഷന്മാരുടെ സ്കിൻ കെയർ റൂട്ടീനാണ്. ഒരു 30 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ 25 വയസ്സിന് ശേഷം പോലും പല പുരുഷന്മാരുടെ മുഖത്ത് നോക്കി നമുക്ക് മനസ്സിലാവും, 2 സൈഡിലായിട്ട് കൂടുതൽ പിഗ്മെൻറ്റേഷൻസ് വരുന്ന ആളുകളുണ്ട്. അത് പലപ്പോഴും സൺ ടാൻ മാത്രം എന്ന് വിചാരിക്കുന്ന ആളുണ്ടാവും. ചില ആൾക്ക് സൺ ടാൻ ആയിട്ടുണ്ടാവും, ചില ആൾക്ക് പെട്ടെന്ന് ഏജിങ് ആയിട്ടുണ്ടാവും. ഒരു 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പ്രായം കൂടി വരുന്ന പോലെ ഉണ്ടാവും. അത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധക്കുറവുകൊണ്ടാണ് പലരും ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ പ്രായത്തിനേക്കാളും കൂടുതൽ നമ്മളുടെ ചർമ്മം പെട്ടെന്ന് ചുളിഞ്ഞു വരുന്നുള്ളൊരു കണ്ടീഷൻസ് ഉണ്ടാവും. അതുമാത്രമല്ല, നമുക്ക് ചുളിവുണ്ടാകുന്നതോ അല്ലെങ്കിൽ പ്രായം കൂടുന്നതിനേക്കാളും ഉപരി നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൂടുതലായിട്ട് പണ്ട് കാലത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് സ്കിൻ ക്യാൻസേഴ്സ് നമ്മുടെ കൂടി വരുന്നത് കാണാറുണ്ട്. അത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാകുന്നതാണ്. കൂടുതൽ സൂര്യപ്രകാശം നമ്മുടെ മുഖത്ത് അടിക്കുന്ന സമയത്ത് UVA ലൈറ്റും UVB ലൈറ്റും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് സ്കിന്നിൽ. പലപ്പോഴും നമ്മൾ ഡ്രസ്സ് ഇടുന്ന ഭാഗത്ത് അത്രയും നമ്മൾക്ക് UVA UVB റേസ് അടിച്ചില്ല എങ്കിലും നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ ആയിട്ട് കൂടുതൽ കണ്ടുവരാറുണ്ട്. പലപ്പോഴും സൺലൈറ്റിൻ്റെ എക്സ്പോഷർ കൊണ്ട് മാത്രം ചെറിയൊരു സ്പോട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അതൊരു ക്യാൻസറസ് ഗ്രോത്ത് ആയിട്ട് വരാനുള്ള ചാൻസുകൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ സൺലൈറ്റിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പുറം നാടുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ GCCയിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, കൂടുതലായിട്ടും അവർ വെയിൽ കൊള്ളുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ കണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 2 തരത്തിലാണ് സൺസ്ക്രീനുകൾ ഉള്ളത്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സൺസ്ക്രീൻ എന്നുള്ളതാണ്. അപ്പോൾ പുറം നാടുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്, നമുക്ക് കൂടുതൽ എക്സ്പോഷർ ഉള്ള ആളുകൾക്ക് കൂടുതലും ഫിസിക്കൽ സൺസ്ക്രീനാണ്. അതാണ് കൂടുതൽ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത്. അപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഒരു 10 മിനിറ്റ്, നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതിന് 10 മിനിറ്റ് മുമ്പേ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ നമുക്കൊരു വൈറ്റ് കാസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒലിച്ചിറങ്ങുന്ന പോലെയൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതുപോലെ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മളൊരു ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സ്കിന്നിൽ എപ്പോഴും വേണ്ടത് ഹൈഡ്രേഷനാണ്. ഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ വെള്ളം വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ സ്കിന്നിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ സംഭവിക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് കുറയാനും ചാൻസ് ഉണ്ട്. അതേപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സൺസ്ക്രീനാണ് മൂന്നാമത്തത്. ഇനി രാത്രിയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് പോയി വന്നതിന് ശേഷം, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകാനും അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കാം. ഇനി പലതരത്തിലുള്ള പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, മുഖത്ത് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉള്ളത് അല്ലെങ്കിൽ മുഖക്കുരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറാനുള്ള ക്രീമുകളോ അല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ക്രീമുകളോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, വെള്ളത്തിൻ്റെ അളവെന്നുള്ളതാണ്. അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് വൈറ്റമിൻ സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. നെല്ലിക്ക കഴിക്കുക, പേരക്ക കഴിക്കുക, ഓറഞ്ച് പോലെ ലെമൺ പോലെയുള്ളതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള വാട്ടർമെലൺ കൂടുതൽ കഴിക്കുക എന്നുള്ളതൊക്കെ നല്ലതാണ്. അത് നമ്മൾ ടോട്ടലി നമ്മുടെ
സ്കിൻ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ആളുകളിൽ കൊളാജൻ കുറഞ്ഞു പോകുന്ന കാര്യങ്ങൾ കാണാറുണ്ട്. ഏത് പ്രായക്കാരിലാണെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ക്ഷീണം വരിക, മസിൽസിലൊക്കെ വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ ജോയിൻറ്റിലൊക്കെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു പോവുക, ജോയിൻറ്റിന് ബലക്കുറവ് ഉണ്ടാവുക ഒക്കെ കാരണങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ കൊളാജൻ്റെ ഒക്കെ സപ്ലിമെൻ്റ് എടുക്കുക, അതുപോലെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും വൈറ്റമിൻ ഡി കുറയുന്ന കാരണം നമ്മുടെ സ്കിൻ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ ജോയിൻറ്റിൻ്റെ ആണെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണെങ്കിലും നമുക്ക് തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പുരുഷന്മാരുടെ സ്കിൻ കെയറിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. സോ ഈ രീതിയിൽ ഒരു നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയും അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.